മലയാളത്തിലെ ഏറ്റവും വലിയ ഭാഷാ സാഹിത്യ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ്. ശ്രാവണ ബെളഗോള, ഇതാണ് ഈ ഖണ്ഡകാവ്യത്തിന്റെ പേര്. ഇത് ഒരു വലിയ സാഹിത്യകാരൻ്റെ പ്രവചനം സത്യമായി എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഇന്നില്ല. ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചേനെ. കാരണം അദ്ദേഹം അന്നത് പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യമായിരുന്നു. ഈ ശ്രാവണ ബെളഗോള എന്ന് പറയുന്ന കൃതി ഞാൻ എഴുതാനുള്ള കാരണവും അദ്ദേഹമാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹത്തിന് തൊട്ടടുത്ത മുറിയിൽ അതിൻ്റെ MD ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സബ്ജക്റ്റ് ഒരു കവിതയായിട്ട് എഴുതിയിട്ട് അദ്ദേഹത്തിൻ്റെ വീക്കിലി കൊടുക്കാനാണ് കൊണ്ടുപോയിരിക്കുന്നത്. കവിത വായിച്ചു നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ഈ വീക്കിലിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോഴേ ഈ പ്രിൻ്റ് മീഡിയ വളരെ ബുദ്ധിമുട്ടിലാണ്. ഒരു 50,000 കോപ്പിയൊക്കെ പോകുന്ന വീക്കിലി ഒരു 10,000 കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിൻ്റെ ഈ കവിത ഞാൻ നിരാകരിക്കുകയാണ്. എൻ്റെ ഒരുപാട് കവിതകൾ പുള്ളി കൊടുത്തിട്ടുണ്ട്. പക്ഷേ പുള്ളി എൻ്റെ മുഖത്ത് നോക്കി പറയാണ്. എന്നിട്ട് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യൂ, 2 ദിവസം കഴിഞ്ഞ് വരൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ യാത്രയാക്കുകയാണ്. എനിക്ക് ചെറിയ വിഷമം തോന്നി. പക്ഷേ തൊട്ടപ്പുറത്തിരുന്ന മനുഷ്യൻ അതിലേ പാസ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കും, എന്താ സംഭവമെന്ന്. ഞാനിങ്ങനെ ഈ ശ്രാവണ ബെളഗോള എന്നൊരു കവിത MDക്ക് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ MD പറഞ്ഞു അത് വീക്കിലിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ശ്രാവണ ബെളഗോളയോ എന്ന് പുള്ളി ഇങ്ങോട്ട് ചോദിച്ചു. എന്താ കഥ? ഞാൻ പറഞ്ഞു, അത് ഈ ഗോമതേശ്വരൻ ഒരു കാര്യം ചെയ്യും, എൻ്റെ മുറിയിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നു. അവിടെ ഇരുന്ന് ഞാൻ ഈ കവിത അദ്ദേഹത്തെ കാണിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, രാജേന്ദ്രൻ ഒരു കാര്യം ചെയ്യും, നാളെ കൽപ്പറ്റയ്ക്ക് വരൂ. ഞാൻ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൽപ്പറ്റയ്ക്ക് വരൂ. കൽപ്പറ്റയിൽ എൻ്റെ വീടുണ്ട്. വീടറിയോ? ഞാൻ പറഞ്ഞു അറിയില്ല. അവിടെ വന്ന് അന്വേഷിച്ചാൽ അറിയും, വലിയ വീടാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഒരു ദിവസം മുഴുവൻ എൻ്റെ കൂടെ ഇരിക്കണം. ഞാനിത് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇയാളുടെ കവിത കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു ഖണ്ഡകാവ്യമായിട്ട് വരാൻ കൊള്ളാവുന്ന സംഭവമാണ്. ഇയാൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇത് മാതൃഭൂമിയിൽ അങ്ങനെ കവിതയായിട്ട് വരേണ്ടതല്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോഴും എനിക്ക് അത്ഭുതം. ഞാനിപ്പോൾ തിരിച്ചു വന്ന് MDയോട് പറഞ്ഞു, ഇങ്ങനെ വീരേന്ദ്രകുമാർ എന്നെ വിളിച്ചിട്ടുണ്ട്. പൊക്കോളൂ, നല്ലതാണ് എന്ന് പുള്ളി പറയുന്നു. അങ്ങനെ ഖണ്ഡകാവ്യമായിട്ട് എഴുതാനും പറഞ്ഞു. അപ്പോൾ MD പറഞ്ഞ ഡയലോഗാണ്, ഖണ്ഡകാവ്യം എഴുതി കഴിഞ്ഞ് എന്നെ കൊണ്ട് കാണിക്കണം. അങ്ങനെ ഞാൻ നേരെ വീരേന്ദ്രകുമാറിൻ്റെ വീട്ടിലേക്ക് പിറ്റേന്ന് പോകുന്നു, കൽപ്പറ്റ. ചർച്ചയിലൂടെ പുള്ളി ഒരു വലിയ ഇതിഹാസം അങ്ങോട്ട് തുറന്നിട്ടു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ ഒരു ക്ഷേത്രമാണിത്, ഉഷ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ. അപ്പോൾ ആ ക്ഷേത്രമാണെങ്കിൽ അതിന് ഒരുപാട് കഥകളുണ്ട്. നൂറ്റാണ്ടുകളുടെ കഥയാണ്. അത് 7-ാം നൂറ്റാണ്ട് വരെയുള്ള ഭാരതത്തിൻ്റെ കഥയാണ്. ഭാരതത്തിലെ നാട്ടുരാജ്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കിടന്ന സമയത്ത് ആദ്യമായിട്ട് ഇതിനെ ഏകോപിപ്പിച്ച ഒരു രാജാവിൻ്റെ കഥയാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ആ കഥ മുഴുവൻ ഞാൻ കേട്ടു. ഇപ്പം ജൈനമതത്തിൻ്റെ ഈ മുഴുവൻ സംഭവം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഞെട്ടി, എനിക്ക് എഴുതാൻ പറ്റുമെന്ന്. അപ്പോൾ ഇയാളുടെ ചെറിയ കവിത കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പറ്റുമെന്ന്. മനസ്സിരുത്തി എഴുതിക്കോളൂ, ബലമുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിരുത്തി 1 മാസം വർക്ക് ചെയ്തു. MDയെ കൊണ്ട് കാണിച്ചു ആദ്യം. അപ്പോൾ MD പറഞ്ഞു, ഇത് നീ തന്നെ പബ്ലിഷ് ചെയ്യണം, ബുക്കായിട്ട് അടിക്കണം. പിന്നെ പറഞ്ഞാണ് ഇതിന് കിട്ടാൻ പോകുന്ന സമ്മാനങ്ങൾ പ്രവചനം പോലെ പറയാണ്. എനിക്ക് പറയാൻ പറ്റില്ല. ഇന്ത്യയിലെ ഏറ്റവും നല്ല സമ്മാനമുണ്ടല്ലോ, അത് നിനക്ക് കിട്ടും.